ഇന്ന് ഒരു ഓഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട്. നമ്മുടെ അനീഫ്കയുടെ വൈഫിന്റെ ബ്രദറിന്റെ ഓഡിയോ ക്ലിപ്പാണ്. അതായത് വൈഫിന്റെ ബ്രദർ പല തവണ അനീഫ്കയുടെ ഭാര്യയോട് ചോദിച്ചതാണ്, അനീഫ്ക മരിച്ചല്ലേ, 1 വർഷം കഴിഞ്ഞല്ലേ, 2 വർഷം കഴിഞ്ഞല്ലേ, ഞാൻ വേറൊരു ആലോചന കൊണ്ടുവരട്ടെ എന്ന് ഈ ബ്രദർ ചോദിക്കുന്നു. എന്നാൽ അങ്ങനെ ചോദിക്കുമ്പോൾ എന്താണ് അനീഫ്കയുടെ ഭാര്യ കൊടുത്ത മറുപടി? അതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം പൊന്നു പ്രേക്ഷകരെ. അതിനുശേഷം നമ്മുടെ മമ്മൂക്ക അനീഫ്കയുടെ വീട്ടിലേക്ക് പോകുന്ന രസകരമായിട്ടുള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ ദൃശ്യം വെച്ച് തരാം. പിന്നീട് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്, അനീഫ്കയുടെ മക്കള് വലിയൊരു വീട് നിർമ്മിച്ചു. എന്നാൽ അതിൻ്റെ അകം നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല, ജസ്റ്റ് പുറം മാത്രമാണ് കണ്ടത്. ഇന്നലെ രാത്രി ഏകദേശം 12 മണി സമയത്ത് അതിൻ്റെ ഉൾഭാഗം, അതായത് ആ റൂമിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്, കിച്ചണിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അത് ഞാൻ വെച്ചു തരാം. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി, ഇങ്ങനെയുണ്ടോ ഒരു വീട്? ഓക്കെ, നമുക്ക് ആദ്യം എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത് അത് ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഇപ്പോൾ പൊന്നു പോലത്തെ ഭാര്യ എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാനൊരു ബ്രദറാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം. ഞാനൊരു 2ാമത്തെ വർഷമാകുന്ന സമയത്ത് ഞാൻ എൻ്റെ പെങ്ങളോട് ചോദിച്ചു, ഫാസി ഒരു വിവാഹം നമുക്ക് ആലോചിച്ചുകൂടെ ചോദിച്ചു. കാരണം അവരും ചെറുപ്പമാണ്. എന്നോട് അവർ പറഞ്ഞു, അനീഫ്ഖാൻ്റെ ഓർമ്മ ഒന്ന് പോയിക്കോട്ടെ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ ഗൾഫിലാണ്, ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് പോയി. 2-3 വെക്കേഷൻ കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു. ഒരു 6 വർഷം കഴിഞ്ഞിട്ട്, ഫാസി അന്ന് ചോദിച്ച ചോദ്യം എന്തെങ്കിലും തീരുമാനങ്ങളിൽ മാറ്റമുണ്ടോ എന്ന് ചോദിച്ചു. ഹനീഫ്ഖാൻ്റെ ഓർമ്മ പോട്ടെ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. 16 വർഷമായിട്ട് ഞാനിപ്പോൾ ചോദിക്കാറില്ല, കാരണം ഞാനത് കണ്ടറിയുന്നുണ്ട്. ഓക്കെ, എന്ത് നല്ല സ്ത്രീയല്ലേ. ഈ പൊന്നു സ്ത്രീയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം പറഞ്ഞിട്ട് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. നോക്കൂ, ഇന്നലെ വരെ നമ്മൾ കേട്ടത് ഒളിച്ചോടുന്ന കാലഘട്ടമാണ്. എന്തിനു വേണം ഭർത്താവ് ഒരു വർഷം ദുബായിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ പെൺകുട്ടികളും അങ്ങനെയെന്ന് പറയുന്നില്ല, 80% വരുന്ന പെൺകുട്ടികളും അവിഹിതത്തിലേക്ക് ഓടുകയാണ്. അവരൊക്കെ കണ്ട് പഠിക്കണം. അതായത് 16 വർഷം ഇന്നും അനീഫ്കയെ നെഞ്ചോട് ചേർത്തിയ പൊന്നു സ്ത്രീ ഉണ്ട്. നോക്കൂ, ഈ പാവപ്പെട്ട ബ്രദർ എത്രയോ തവണ ആ ഒരു പൊന്നു സ്ത്രീയോട് ചോദിക്കുകയാണ്, നിനക്ക് വേറൊരു ആലോചന കൊണ്ടുവരട്ടെ, 2 പിഞ്ചോമന കുട്ടികളുള്ളതല്ലേ, നിനക്കൊരു തുണയാവും ചോദിച്ചപ്പോൾ ആ പൊന്നു സ്ത്രീ പറയുകയാണ്, വേണ്ട, എൻ്റെ മനസ്സിൽ ഇപ്പോഴും അനീഫ്കയുണ്ട് എന്ന്. അതല്ലേ ഒരു പെണ്ണ്? അങ്ങനെയുള്ള പെണ്ണ് ഞാനടക്കമുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തരണേ ദൈവമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞാൻ ബാക്കി വിഷയത്തിലേക്ക് അടക്കം. പൊന്നു പ്രേക്ഷകരെ, നമുക്ക് മമ്മൂക്ക ആ ഒരു പൊന്നു വീട്ടിലേക്ക് പോകുന്ന ആ ഒരു ദൃശ്യം ഒന്ന് കാണാം. എന്തോ നോക്കണേ, കേറുമ്പോ സ്റ്റെപ്പ് നോക്കണേ. ഉദ്യാനപാലയുടെ ഷൂട്ട് സമയത്ത് നമുക്ക് എന്നെ ഞങ്ങളുടെ ബോഡിയിൽ ഞാൻ കേരള സ്റ്റേറ്റ് ബിൽഡായിരുന്നു ബോഡികളിൽ. അപ്പോൾ എന്നെ തമാശാക്കി ഒരു ഫോട്ടോ എടുത്തായിരുന്നു. വർഷം ഓക്കെ, രോമാഞ്ചമാണ് നമ്മുടെ മമ്മൂക്കയെ കാണുമ്പോൾ. ഒരു കാര്യം എന്തായാലും പറയണം, മമ്മൂക്കക്ക് ഏജ് നോക്കൂ നിങ്ങൾ, ഇതിൽ പ്രായം വെറും 18, 20, 25 പ്രായമാണ് മമ്മൂക്കക്ക് തോന്നിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി പറയാം, നമ്മുടെ അനീഫ്കയുടെ മക്കളുടെ ഒരു ക്യാരക്ടർ, പൊന്നു പ്രേക്ഷകരെ,
ആ ഒരു മക്കൾക്ക് ഇൻസ്റ്റഗ്രാം പോലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നോക്കൂ നിങ്ങൾ, ലോകമറിയുന്ന വലിയൊരു സിനിമാ നടന്റെ മക്കളാണ്. എന്തൊരു ഐക്യമല്ല ആ ഒരു മക്കളുടെ ഒരു നീറ്റ്നെസ്, ഡ്രസ്സിങ് ആയാലും എല്ലാം നിങ്ങൾ നോക്കണം. അതായത് പഠിപ്പിച്ച മാതിരിയാണ് മക്കൾ വളരുന്നത്. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, എന്ത് നല്ല മനുഷ്യരാണല്ലേ. ഓക്കെ, ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് ഞാൻ പൊന്നു പ്രേക്ഷകരെ. ഓക്കെ, നമുക്ക് ഇനി ആ ഒരു വീടിന്റെ അകം കാണാം. ഓക്കെ, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വീട്, അങ്ങനെ പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന ഒരു വീട്. ലൈറ്റിംഗിലായാലും ഇപ്പൊ ഡൈനിങ് ടേബിളിന് മുകളിൽ ലൈറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. എങ്ങനെ ഇതിന്റെയൊക്കെ സെലക്ഷൻ ആരാ ചെയ്തത്? മക്കൾ തന്നെയാണ് മക്കൾ ചെയ്ത്. വേറൊരു കാര്യം ചെയ്ത്, വാഷ് ബേസിന് ഒരു സംതിങ് ഡിഫറെന്റ് സ്റ്റൈലാണ് മക്കൾ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു ചെറിയൊരു കോട്ടയാട് ആയിട്ട് ഒരു ഫ്ലവേഴ്സ് ഒക്കെ വെച്ചുകൊണ്ട് ഇനിയും എന്തൊക്കെയോ ഒരു എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ട്. ടൈൽസും നന്നായി. ഇതെല്ലാം എനിക്ക് തോന്നുന്നു നേരത്തെ ഇവര് സെലക്ട് ചെയ്ത് കൊറേ ഓടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു ഡിഫറെന്റ് തീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മഴ പെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. ഈ ചെടികളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് രണ്ടുപേരും. ഓക്കെ, ഇനിയും എന്തൊക്കെയോ ഒരു പ്ലാൻ ഉണ്ട്, ചെയ്യാറുണ്ട്. 2 എഞ്ചിനീയേഴ്സ്മാരും പണി നിർത്തിയിട്ടില്ല. ഇപ്പൊ പതുക്കെ ഓരോന്നായിട്ട് ചെയ്യും. ഓക്കെ, ഇനി ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അവർക്ക് നമ്മുടെ വീടും കൊണ്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊക്കെ ആൾക്കാർ മെസ്സേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഈ വീട്ടിൽ നമ്മൾ ഏത് ഭാഗമാണ് കാണാൻ വേണ്ടി പോകുന്നത്? നമുക്ക് ബെഡ്റൂംസ് 5 ബെഡ്റൂം. അതിനു മുമ്പ് ഈ ഒരു ഫോട്ടോ ഞാൻ ചോദിച്ചില്ല. അത് രണ്ടുപേരുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ, കാവ്യ ചേച്ചിയുടെ കൂടെയുള്ള അല്ലേ? നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ഇവരെ എനിക്കൊന്ന് കുറെ ഓടി. ഇത് എവിടുന്ന് ഈ അവർ ശരിക്കും ഇന്റർനെറ്റ് സെർച്ച് ചെയ്തിട്ട് ടൈം എടുത്തിട്ടുണ്ട്. എവിടുന്ന് ഇതൊക്കെ സെലക്ട് ചെയ്ത് ഇവര്? കേരളത്തിൽ നിന്നാണോ ഒരു പുറത്തുപോയി ബാംഗ്ലൂർ അങ്ങനെ? ഓക്കെ, ബാക്കി വെച്ച് തരാം. ഒരു കാര്യം പറയാം, നമ്മുടെ കാവ്യ മാധവന് ആ കുട്ടികളെ ചേർത്ത് വെച്ച ആ ഒരു ഫോട്ടോ നോക്കൂ നിങ്ങൾ. ദിലീപിന്റെ കുടുംബം പണ്ടേ ഈ ഒരു കുടുംബത്തോടൊപ്പം ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാൻ പേഴ്സണലി സന്തോഷിക്കുന്നു. നമുക്ക് എന്തായാലും ഭാഗ്യം കൂടി കാണാം. മിക്കതും കേരളത്തിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. കുറെയൊക്കെ ഓൺലൈനിൽ വരുത്തിച്ചിട്ടുണ്ട്. ഇത് കാണില്ല, ഈ ഫ്ലവേഴ്സ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത് കൊള്ളായിരുന്നു. ആൻഡ് ഈ ഒരു മിറർ, അവർക്ക് ആഗ്രഹമാണ്, പ്രത്യേകിച്ച് ഗേൾസിന് മിറർ കണ്ടാലാണ് ഏറ്റവും സന്തോഷം വരിക. അപ്പൊ അവരുടെ ആഗ്രഹമായിരുന്നു ഈ ഒരു ഐഡിയ. കൊള്ളായിരുന്നു. അല്ല, ഭയങ്കര നീറ്റായിട്ടും ഒരുപാട് സാധനങ്ങൾ വെക്കാതെ ക്യൂട്ട് ആയിട്ട് സാധനം വെച്ചിട്ട് മനോഹരാക്കിയിട്ടുണ്ട്. കൊള്ളായിരുന്നു. ഇവിടെ ഇത്ര മുറികളുണ്ട്? 5 മുറികൾ. നമ്മള് ഇനി എവിടെയാണ് നമ്മൾ ആദ്യം പോണ? കിച്ചണിലേക്കാണോ റൂമാണോ? കിച്ചൺ. ഇതാണ് കിച്ചൺ. എനിക്ക് അവരെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇത്തത്തെ ഇവിടെ ആയിരിക്കും. എന്തായാലും നല്ല അടിപൊളി കിച്ചനാണ്. നമുക്കും ഇങ്ങനെ ഒരു വീട് വെക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബാക്കിയും കൂടി കാണാം. കിച്ചൺ വരുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ? കിച്ചൺ വരുമ്പോ ഇങ്ങനെയൊക്കെ വേണം എന്നൊക്കെ, ഈ ഒരു കളർ കോംബോ എല്ലാം അവരുടെ ഉമ്മയും മക്കളും കൂടി ചെയ്തതാണ്. ഞാനൊന്നും കൈയെടുത്തിട്ടില്ല, അവരെ ഇഷ്ടത്തിന് ചെയ്ത കാര്യം. ഈ വീട് കണ്ടപ്പോഴേ, പണിയൊക്കെ തീർന്ന് കണ്ടപ്പോഴൊരു എങ്ങനെയായിരുന്നു അവർ രണ്ടുപേരോടും പറഞ്ഞത്? കാരണം അവരുടെ ആഗ്രഹം, അവരതിനു വേണ്ടി കുറെ ഹാർഡ് വർക്ക് ചെയ്തല്ലോ. അവരുടെ ഇഷ്ടത്തിനാണല്ലോ വീട് വെച്ചിട്ടുണ്ടത്. അപ്പൊ നേരിട്ട് കണ്ടപ്പോ എന്ത് തോന്നി? ആ 2 കുട്ടിയോട് എന്ത് പറഞ്ഞു? എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം തീരെ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. കാരണം എന്നെല്ലാം സർപ്രൈസ് ആക്കി വെച്ചു. എനിക്കൊരു ഫോട്ടോ പോലും അയച്ചു തന്നിട്ടില്ല. ഞാൻ എപ്പം ചോദിക്കും എന്തായി വർക്കിന്റെ ഡെവലപ്മെന്റ്സ് ഒക്കെ ചോദിക്കും. ഫിനുക്കാക്ക എന്നെ ഫിന്നു വിളിക്കാതെ ഫിനുക്കാക്ക വന്നിട്ട് കാണുമെന്ന് പറയും. അപ്പം അതൊരു ഇഷ്ടമായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് ശരിക്കും ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഈ വീടിന്റെ സന്തോഷമല്ല, ആ മക്കളും ആ ഉമ്മയും കൂടി ഇത് ചെയ്തല്ലോ. ഒരാളോടും ഒരു പരാതിയോ ഒന്നും പറയാതെ, ഒരാളെ മുമ്പിലും കൈനീട്ടാതെ, ഹനീഫ് ഖാന്റെ സമ്പാദ്യം കൊണ്ട് തന്നെ കുറച്ച് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. പക്ഷെ ആ മക്കളും ഉമ്മയും കൂടി ഇത് ചെയ്തെന്നാണ്. അതാണ് ഇതിന്റെ ഒരു ഭംഗി. ഈ വീടിന്റെ ഭംഗി അതാണ്. ഈ വീടിന്റെ വെളിച്ചം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കാത്തിരിപ്പാണ്. ശരിയാണ്. എനിക്കൊന്ന് സൈലന്റ് ആയിട്ട് അവർ കാത്തിരുന്നു എന്നതാണ്. ഈവൻ ബ്രദറായ എന്നോട് പോലും ഒന്നും, കാരണം അവർക്കറിയാം ഒരു ഹനീഫ് ഖാന്റെ സമ്പാദ്യം അത് കാത്തിരുന്നാണ്. ബാക്കി എല്ലാ സപ്പോർട്ടും നിങ്ങൾ കൊടുക്കായിരുന്നു. പക്ഷേ ഈ വീടിൻ്റെ എന്ന് വെച്ചാൽ അവർ തന്നെ ചെയ്തതാണ്. ഞങ്ങൾ ഈ അടുക്കള കാണുന്നത് പാല് കാച്ചുന്ന വീഡിയോ ആണ് ഞങ്ങൾ കണ്ടത്. അതിൽ ഫാമിലിയുടെ കൂടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ദിലീപേട്ടനെ കണ്ടു ഞങ്ങള്. അത് ഭയങ്കര സന്തോഷമായി. ദിലീപേട്ടനും കൂടെ പാല് കാച്ചുന്നത് കണ്ടപ്പോൾ അതിനുള്ളൊരു റീസൺ എന്താ? നിങ്ങളുടെ ഫാമിലിയിലെ ഒരു അംഗം പോലെ തന്നെ ദിലീപേട്ടനും നമുക്കറിയാം. എന്തായിരുന്നു അതൊരു നിർബന്ധം ഉണ്ടായിരുന്നു ദിലീപേട്ടനും അതിന്റെ ഒരു ഭാഗമാവണമെന്ന്? ഓക്കെ, നമ്മുടെ ദിലീപ് എന്താ അല്ലെ, ദിലീപേട്ടനെ കുറിച്ചിട്ട്, അതായത് പാവങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല മനുഷ്യനാണ് ദിലീപ്. ഓക്കെ, അതായത് ഇവരെ സഹായിച്ചു എന്നല്ല ഉദ്ദേശിച്ചത്, എത്രയോ പാവപ്പെട്ടവർ നമ്മുടെ ദിലീപേട്ടൻ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേൾക്കാം. ഭയങ്കര സന്തോഷം. കാരണം ദിലീപേട്ടൻ അന്ന് ഷൂട്ടിങ് കഴിഞ്ഞ് ഡയറക്റ്റ് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പം ഈ ഒരു മുഹൂർത്തം മിസ്സായി പോകരുതെന്ന് കരുതിക്കൊണ്ട് കാറിൽ കിടന്നുറങ്ങി
അതിരാവിലെ തന്നെ ഇവിടെ ആയിരുന്നു. ഒരു 3:45 ആകുമ്പോൾ ദിലീപ് എത്തിയായിരുന്നു. കാരണം ഞങ്ങൾ 4:50 ബാങ്ക് കൊടുത്തോടെ ഞങ്ങളിവിടെ വീട്ടിലേക്ക് കയറി. ആ സമയത്ത് കാരണം അനീഫ്ക്കായിട്ടുള്ള അത്ര ബന്ധമാണ്. ആ മക്കളെ ചേർത്ത് പിടിച്ച് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവാം. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു താങ്ങായിരുന്നു ദിലീപ്. അതായത് അദ്ദേഹത്തിന്റെ സെറ്റിലേക്ക് കാറ് കൊണ്ടുപോയി അതിൽ നിന്ന് റെന്റ് ആണ് കൊടുത്തെന്നൊക്കെ ഞങ്ങൾ കാരണം ഈ ഒരു കുടുംബം ഒരാളോട് പോലും ഒന്നും പരാതി പറഞ്ഞിട്ടില്ല. ദിലീപ് അത് മനസ്സിലാക്കി. കാരണം ഇവരെ അക്കൗണ്ട്സ് ഒക്കെ ഫ്രീസ് ആകുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളൊക്കെ അക്കൗണ്ട് ഒരു മാസം ഫ്രീസ് ആയി തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ഇത്രയും വർഷം ഒരു അക്കൗണ്ട് ഒക്കെ ഫ്രീസ് ആയി കിടക്കുക ആ സമയത്ത് എല്ലാവർക്കും ബുദ്ധിമുട്ട്. അപ്പം ദിലീപ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പെങ്ങളെ സമീപിച്ചത് ഈ ഒരു ഇന്നോവ കാറിന്റെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ ഇന്നോവ കാറിന്റെ രീതിയിലായിരുന്നു. നമുക്ക് മുറി കാണാലോ. താഴെ 2 മുറികളാണല്ലോ. താഴെ 5 ബെഡ്റൂംസ് ആണ്. താഴെ 2 റൂം, മേലെ 3 ആണ്. ഇത് മാസ്റ്റർ ബെഡ്റൂം പെങ്ങളെ റൂമാണ്. ഓക്കെ, അവിടെയും ഈ ഫോട്ടോ ഉണ്ട്. ആൻഡ് ഇവരുടെ ഒരു 4 പേരുടെ ഒരു ഫോട്ടോ അത് ക്രിയേറ്റ് ചെയ്തതാണല്ലേ? അതെ അതെ, ഒരുപാട് ആഗ്രഹിച്ചൊരു ഫോട്ടോ ആയിരുന്നു. അനീഫ്ക്ക് ഫ്രെയിംസ് ഭയങ്കര ഇഷ്ടമാണ്. അനീഫ് ഖാന്റെ കല്യാണത്തിന് അനീഫ് ഖാന്റെ ബാബുച്ചിന്റെ ഫോട്ടോ സ്റ്റേജിലുണ്ടായിരുന്നു. ബാബുച്ചിന്റെ ഉമ്മാന്റെ ഫോട്ടോ ഫ്രെയിംസ് ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോസ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഇക്കാന്റെ ഇഷ്ടങ്ങള് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ആർക്കുള്ള? അതായത് ഈ ഫ്രെയിംസ് ഒക്കെ 2 പേർക്കും ഇഷ്ടമാണ്. മറവ നന്നായിട്ട് വരയ്ക്കുകയും ചെയ്യും. രണ്ടാമത്തെ മോൾ സഫിയാണ്. 1 മിനിറ്റിന്റെ ഡിഫറൻസ് ആണ്. ട്വിൻസ് ആണല്ലോ. മറവ നന്നായിട്ട് വരയ്ക്കുകയും ചെയ്യും. അനീഫ് ഖാന്റെ ഒക്കെ ഒരു കഴിവ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം വളരെ ചെറുപ്പത്തിലാണല്ലോ ഇപ്പൊ പോകുന്നത്. അപ്പൊ അവർക്ക് ചിലപ്പം ആ സമയത്ത് എന്താണെന്ന് പോലും അറിയുന്നുണ്ടാവില്ല. വളർന്നതിന് ശേഷം ഇത്രയും അധികം ആളുകൾ ഇക്കാനെ സ്നേഹിക്കുന്ന മക്കൾ അറിയണത്. ഓക്കെ, നല്ല രസകരമാണ് കേട്ട് നിൽക്കാൻ. ബാക്കിയും കൂടി കേൾക്കാം. അപ്പൊ അവർക്കുള്ള ശരിക്കും ഞാൻ അവരോട് കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു ചോദ്യമായിരുന്നു. അവർക്ക് എങ്ങനെയാ അത് ഫീൽ ചെയ്യുക? അവരെങ്ങനെയാണ് ഇപ്പൊ അതിനെ കാണുന്നത്? എന്റെ ഉപ്പാനെ പറ്റി ആളുകൾ എപ്പോഴും നല്ലത് പറയുന്നു, ഉപ്പാന്റെ സിനിമകൾ കാണുന്നു. അതിപ്പം ചെറുപ്പത്തിലെ ഒരു റിയാക്ഷൻ കാണുന്നുണ്ടാവുമല്ലോ. എങ്ങനെയാ അവരുടെ ഒരു ഫീൽ എങ്ങനെയാ ശരിക്കും മനസ്സിലാക്കിയത്? ബാപ്പച്ചിനെ വിളിക്കാറ്. ബാപ്പച്ചിനെ അവർ ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു TV ചാനലില് ബാപ്പച്ചി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു റീൽസിൽ, അല്ലെങ്കിൽ വാട്സപ്പ്, അല്ലെങ്കിൽ സ്റ്റിക്കർ ഇമോജി ആയിട്ട് പോലും ബാപ്പച്ചി ഉണ്ട്. പിന്നെ എവിടെ പോയാലും ബാപ്പച്ചിന്റെ നന്മകളെ ആൾക്കാർ അവർ കേൾക്കുന്നുള്ളൂ. അവർക്ക് ഓർമ്മ വെച്ച നാള് മുതൽ ബാപ്പച്ചിനെ അവർ കണ്ടില്ലെങ്കിലും കേൾക്കുന്ന മുഴുവൻ ഇപ്പൊ 16 വർഷം ഇപ്പോഴും ഫ്രഷ്നെസ്സോടെയാണ് മലയാളികൾ എല്ലാവരും അവരെ സ്നേഹിക്കുന്നത്. അപ്പം അവർക്ക് ഒരു ബാപ്പച്ചി എന്ന് പറഞ്ഞാൽ എല്ലാമാണ് അവർക്ക്. അവർ എല്ലായിടത്തും ഒരാടത്തുനിന്നും മാത്രമല്ല, ഉമ്മച്ചി മാത്രമല്ല പറയുന്നത്, ഒരു വലിയൊരു എല്ലാവരുമാണ് അനീഫ് ഖാനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ശരിക്കും അവർ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടോ ഈ ബാപ്പച്ചിയെ ഒന്ന് ജീവനോടെ കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ട്. സത്യം. ഇപ്പം നല്ല മുറികൾ. അപ്പൊ എനിക്ക് അവർക്ക് ഉപ്പാന്റെ ആഗ്രഹം പോലെ തന്നെ ഓരോ മുറികളും അവര് അത്രയും നന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വാഷ്റൂം ഉണ്ട്. മക്കളെ 2 പേരും റൂം മുകളിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓക്കെ, നല്ല വീടാണല്ലേ, ആരും അസയപ്പെടണ്ട, നമുക്കും കിട്ടും. ഓക്കെ, നമ്മളും ട്രൈ ചെയ്താൽ മതി. ഓക്കെ, അവസാനത്തെ ഒരു ഭാഗം കൂടി കണ്ടിട്ട് വീഡിയോ പോയിന്റ് അപ്പ് ചെയ്യാം. അപ്സ്റ്റൈൽ ഒരു ലിവിംഗ് റൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇത് അവരുടെ, ഞാനിപ്പോ ശരിക്കും അവരെയാണ് മിസ് ചെയ്യുന്നത് കേട്ടോ. കാരണം അവർക്കായിരിക്കും മുക്കും മൂലയെ കുറിച്ച് അറിയുന്നുണ്ടാവുക പറയാനൊക്കെ. അതുകൊണ്ട് നമ്മൾ ആരും കൈയെടുത്തില്ല. അവർ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. നിങ്ങൾക്ക് എന്താണോ നല്ലത് തോന്നുന്നത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഓരോ സൈഡ് ഓരോ കളർ കോമ്പോ അവർ പിടിച്ചിട്ടുണ്ട്. നല്ല തീമാണ്. നല്ല തീം അവർ യൂസ് ചെയ്ത്. ഈ വീട് കണ്ടിട്ട് എല്ലാവരും എന്താ പറയണോ? എല്ലാവർക്കും ഇഷ്ടമായി. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ അവരെ ആ ഒരു കാത്തിരിപ്പിന്റെ അതാണ് ഈ ഒരു വീടിന്റെ ഏറ്റവും വലിയ ഭംഗി. ഏതൊക്കെ സെലിബ്രിറ്റീസ് വന്നു ഇപ്പൊ കാണാൻ വേണ്ടിട്ട്? ജോഷേട്ടൻ ഉണ്ടായിരുന്നു, അശോകേട്ടൻ ഉണ്ടായിരുന്നു. അശോകേട്ടൻ കരയുന്ന ഒരു വീഡിയോ ചോദിച്ചപ്പോ തന്നെ കണ്ണൊക്കെ നിറഞ്ഞു. ഞങ്ങൾക്ക് വിഷമായി പോയി. അവരെ അത്രയും ക്ലോസ് ആയിരുന്നല്ലോ. ഇതാ 2 ഫ്രെയിംസിന്റെ ഇതാണ്. ഇവിടെ ഒരാൾ പിങ്ക്, ഒരാൾ ബ്ലൂവിന്റെ ലൈറ്റ് ആണ്. ഇതാരുടെ മുറിയാ? ഇത് സഫയാണ് മൂത്തത്. 1 മിനിറ്റിന്റെ ആ ഒരു ഗ്യാപ്പാണ് ട്വിൻസാ. അപ്പം ആൾക്ക് പിങ്ക് ആണ് ഇഷ്ടം. ഓക്കെ, എനിക്ക് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഗിഫ്റ്റ് ചെയ്ത ആൾക്ക് ഇവർക്ക് ഇങ്ങനെ പഠിത്തം നന്നായിട്ട് ചെയ്യാം, പഠിക്കുമല്ലോ, നന്നായിട്ട് ഭവൻസിലാണ് കഴിയുന്നത്. ഇപ്പം സിഎക്ക് ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിക്കും. മക്കൾക്ക് ഒരു അവാർഡ്സ് ഒക്കെ കിട്ടിയായിരുന്നു. അവാർഡ്സ് ഒക്കെ പാട്ട്. ഓക്കെ, ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നല്ല ആഡംബര വീടാണ്, നല്ല മനുഷ്യന്മാരാണ്, നല്ല കുട്ടികളാണ്. ഓക്കെ, ഇന്ന് വരെ ഞാനൊരു കാര്യം പറയാം, നമ്മള് പൊന്നുപ്രേക്ഷകരെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ചിലരൊക്കെ ഭർത്താവ് മരിച്ചാലൊക്കെ എന്തൊക്കെയാണ് കോപ്രായം സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത്. ഇവരെങ്ങനെ ചെയ്തോ?
ഇവരുടെ മക്കള് എന്ത് നിലയ്ക്ക് ഇതേ പറയുന്ന കൊച്ചി അനീഫയുടെ മക്കൾ, ഈ അനീഫ്കയുടെ മക്കള് ഒരു ദിവസം എന്തെങ്കിലും പറഞ്ഞ് ലൈവ് ഇട്ട് കഴിഞ്ഞാൽ മില്യൺ കണക്കിന് ആൾക്കാർ കയറും, മില്യൺ കണക്കിന് ഫോളോവേഴ്സ് കിട്ടും. അവർ അങ്ങനെ എന്തെങ്കിലും ഒരു പണിക്ക് നിന്നോ? ഇല്ല. അതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, നല്ലൊരു കുടുംബമാണ്, ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.